ഹായ്, ഇന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കൂട്ടാനും ചപ്പാത്തിയും. ഞാൻ ആദ്യം സബോള വൃത്തിയായി കഴുകി നൈസായി അരിഞ്ഞെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്യാറുള്ള പോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കഴുകി മാറ്റി വയ്ക്കണം. അപ്പോൾ സവോള അരിഞ്ഞ് വരുമ്പോഴേക്കും നെക്സ്റ്റ് അതെല്ലാം വൃത്തിയായി നമ്മൾ അരിഞ്ഞ് വയ്ക്കും. അങ്ങനെ സവോള അരിഞ്ഞ് കഴിയാറായി. ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും ഒരു കുടം വെളുത്തുള്ളിയാണ് ഇതിന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവ ചതച്ച് മാറ്റി വയ്ക്കും. ഒരു പാനിലേക്ക് നമ്മൾ പാൻ എടുത്തിട്ട് ഗ്യാസിൽ വയ്ക്കുകയാണ്. ഗ്യാസ് ഓണാക്കി അത് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാണ്. പാൻ നന്നായി ചൂടായതിന് ശേഷം ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിക്കാവുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യാം, പാൻ ചൂടാവുന്നത് വരെ. ഓയിൽ സ്പ്രെഡ് ചെയ്യാണ്. ഓയിൽ സ്പ്രെഡ് ചെയ്ത് നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് സബോള ഇതിലേക്ക് ഇടുന്നത്. സബോള ആഡ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ശേഷം ഇളക്കിയാൽ മതി. കാരണം അടി കട്ടിയുള്ള പാത്രമായ കാരണം പെട്ടെന്ന് അടിയൊന്നും പിടിക്കില്ല. അപ്പുറത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയാണല്ലോ നമ്മുടെ റെസിപ്പി. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിക്ക് നിങ്ങൾ ചെയ്യണ പോലെ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്യണം. കാരണം നമ്മൾ കുഴച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായ കാരണം പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം മാവ് കുഴച്ച് മാറ്റി വയ്ക്കാനായിട്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് മാറ്റി ചേർക്കുകയാണ്. ഇതിലേക്കുള്ള മസാലകൾ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളകും പൊടി കാശ്മീരിയാണ് ചേർത്തിട്ടുള്ളത് 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയെല്ലാം ചേർക്കാം. ചിക്കൻ മസാല ചേർക്കും. പിന്നെ വേണ്ടത് കുരുമുളക് ഓപ്ഷനിലാണ്. അത് ആവശ്യമുള്ളവർക്ക് കുരുമുളകും ചേർക്കാം. എന്നിവയെല്ലാമാണ് ഇതിൻ്റെ മസാലക്കൂട്ട്. എന്നിവ ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കി യോജിപ്പിച്ചതാണ് പിന്നീടാണ് ചിക്കൻ ചേർക്കുന്നത്. മസാലകൾ മൂത്ത് മണം വരുന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിൽ ആഡ് ചെയ്ത് ഒരു വിസിൽ കൊടുക്കും. കൊടുക്കുമ്പോഴേക്കും തന്നെ ചിക്കൻ വേവും. ഇപ്പോൾ കിട്ടുന്ന ചിക്കനൊക്കെ ഒരു വിസിൽ മതി, വേഗമാകുന്നുണ്ട്. അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം മല്ലിത്തല. ഓക്കെ, ബൈ.